അങ്ങനെ ആ ഞെട്ടിപ്പിക്കുന്ന കളക്ഷൻ റിപ്പോർട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. തുടരുമെന്ന സിനിമ ഇത്ര വലിയ പോസിറ്റീവ് അടിക്കുമ്പോൾ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. 2 മാസത്തിനിടയിൽ 2 ഓൾ ടൈം ബ്ലോക്ക് ബാസ്റ്ററും ഒരു ഇൻഡസ്ട്രി ഹിറ്റും അടിക്കാൻ പറ്റുമോ? പറ്റും ബൈ എന്ന ഒരു കാര്യമാണ് ഇന്ന് മോളിവുഡിൽ നടക്കുന്നത്. ഇതൊക്കെ മോഹൻലാലിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നതും ഒരു വലിയ കാര്യമാണ്. കാരണം ഇത്ര വലിയ ഒരു പോസിറ്റീവ് വന്നാൽ മോഹൻലാലിന് മാത്രമേ ഇത്രയ്ക്കും വലിയൊരു ജനക്കൂട്ടത്തെ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. മമ്മൂട്ടിക്ക് പോലും ഇത് സാധിക്കില്ല. മമ്മൂട്ടിയുടെ ഭ്രമയുഗം പോലുള്ള സിനിമകൾ പോലും ഗംഭീര പോസിറ്റീവാണ് ലഭിച്ചത്. എന്നാൽ ഇത്രയും ആൾക്കാരെ അദ്ദേഹത്തിന് തിയേറ്ററിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നത് മറ്റൊരു വശമാണ്. എന്നാൽ മോഹൻലാലിന് ഇത് സാധിക്കും. അപ്പോഴാണ് മോഹൻലാൽ എന്ന താരത്തെ നമുക്ക് മനസ്സിലാകുന്നതും ആ താരം എത്രയ്ക്ക് വലിയ ഒരു ക്രൗഡ് പുള്ളറാണെന്ന്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ വേൾഡ് വൈഡിൽ നിന്നും എത്ര ലഭിച്ചു എന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ട്രാക്കർമാർ എത്തിയിരിക്കുന്നത്. തുടരും വേൾഡ് വൈഡിൽ ആദ്യ ദിവസം 15.75 കോടിയാണ് നേടിയിരിക്കുന്നത്. എക്സ്പെക്ടേഷന് മുകളിൽ എന്താണോ അതാണ് ലഭിച്ചിരിക്കുന്നതെന്ന് ട്രാക്കർമാർ തന്നെ പറയുന്നു. ട്രാക്കർമാർ പോലും ഇത്രയൊരു സംഖ്യ പ്രതീക്ഷിച്ചിരുന്നില്ല. 6 കോടി ഡൊമസ്റ്റിക്കിൽ നിന്നും 9.75 കോടി ഓവർസീസിൽ നിന്നുമാണ് എമ്പുരാൻ നേടിയെടുത്തിരിക്കുന്നത്. 7th ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് ഡേ ഗ്രോസ് ആണ് തുടരുമെന്ന ചിത്രത്തിലൂടെ മോഹൻലാൽ നേടിയെടുത്തിരിക്കുന്നത്. കിങ് ഓഫ് കൊത്തെ പോലും ബീറ്റ് ചെയ്തിരിക്കുകയാണ് മോഹൻലാൽ തുടരുമെന്ന ചിത്രത്തിലൂടെ. ടോപ്പിൽ മോഹൻലാൽ എമ്പുരാനിലൂടെ എത്തിയെങ്കിലും മറ്റു പല റെക്കോർഡുകളും ഒരു കുഞ്ഞു ചിത്രം വെച്ച് മോഹൻലാൽ അടിച്ചെടുക്കുന്നു എന്ന് കാണുമ്പോൾ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് ഓരോ പ്രേക്ഷകരും. തുടരും ആദ്യ ദിനം 15.75 കോടി നേടിയ വിവരങ്ങൾ ആരാധകർ അറിയുമ്പോൾ അവരുടെ സന്തോഷം മറ്റൊരു ലെവലിലാണ്. 2018 ഒടിയനിലൂടെ തുടങ്ങിയ ആഗോള മാർക്കറ്റിലെ ഫസ്റ്റ് ഡേ റെക്കോർഡിന്റെ കനം 67 കോടി വരെ എത്തിച്ച നായകനാണ് മോഹൻലാൽ. ആദ്യമായി 10 കോടിയും 20 കോടിയും അതിന് മുകളിലേക്കുള്ള 60 കോടി വരെയുള്ള എല്ലാ ആദ്യ ദിന റെക്കോർഡുകളും ഇയാളുടെ പേരിലാണ്. പക്ഷേ ഇന്നലെ തുടരും നേടിയ ഈ 15.75 കുറച്ച് മധുരം കൂടും. പ്രീ റിലീസ് ഹൈപ്പ് ഒന്നുമില്ല, വലിയ റിലീസ് അല്ല, തീർത്തും ഒരു ഫാമിലി ഡ്രാമ എന്ന നിലയ്ക്കാണ് ആദ്യ ഷോ തുടങ്ങിയത്. പിന്നെ നടന്ന ചരിത്രമാണ് ഇന്നലെ മുതൽ എഴുതി തുടങ്ങിയത്. 4ാം തവണയാണ് മോഹൻലാൽ 15 കോടിക്ക് മുകളിൽ ആദ്യ ദിന ഗ്രോസ് അടിക്കുന്നത്. ഒടിയനും മരക്കാരും എമ്പുരാനും തുടരും. എല്ലാം ഇപ്പോഴും പറയുന്ന പോലെ മോഹൻലാൽ അല്ലാതെ മറ്റാരും 2ലേറെ തവണ 15 കോടി FD മോളിവുഡിൽ നേടിയിട്ടില്ല. മലയാള സിനിമയുടെ പുതിയ ചരിത്രം തന്നെയാകും ഇനി എഴുതപ്പെടാൻ പോകുന്നത് എന്ന് തന്നെ വിശ്വസിക്കാം. പ്രേക്ഷകർ ഇത് പറയുമ്പോൾ മോഹൻലാലിന്റെ ഇതിനു മുമ്പ് വന്ന പല സിനിമകളും അത്രയ്ക്ക് വലിയ ഹൈപ്പിലായിരുന്നു എത്തിയത്. കാരണം മോളിവുഡിന്റെ തന്നെ തലവര മാറ്റിമറിക്കാൻ സാധിക്കുന്ന ചിത്രങ്ങളാണ് മോഹൻലാലിനെ വെച്ച് അവരൊക്കെ ക്രിയേറ്റ് ചെയ്തത്. അതിൽ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് ലിജു ജോസ് പല്ലിശ്ശേരി ക്രിയേറ്റ് ചെയ്ത മലക്കോട്ടെ വാലിബൻ തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ മോളിവുഡിന്റെ തലവര മാറ്റി മറിക്കാനുള്ള സാധ്യത ആ ചിത്രത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ ആ ചിത്രം മാർക്കറ്റ് ചെയ്ത വിധമാണ് ആ ചിത്രത്തിന് ഏറ്റവും വലിയ അടി ലഭിച്ചതും. അപ്പോഴാണ് തരുൺമൂർത്തി എന്ന സംവിധായകനെ അവർ ശരിക്കും ആഘോഷിക്കുന്നത്. പ്രേക്ഷകരുടെ അഭിപ്രായമാണിത്. തരുൺമൂർത്തി തന്റെ ചിത്രത്തെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ച വിധമാണ്, അതാണ് ശരിക്കും ഓരോ ആൾക്കാരും ക്ലാസ് എടുത്ത് പഠിക്കേണ്ടത് എന്ന്. തരുൺമൂർത്തി അങ്ങനെ ഒരു മാസ് അപ്പീലുകൾ ഒന്നും കൊടുക്കാതെ ഒരു ഫാമിലി ഡ്രാമ എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചതുകൊണ്ട് പ്രേക്ഷകരുടെ പ്രതീക്ഷ താന്നു നിൽക്കുകയും തിയേറ്ററിലെത്തി അവർക്ക് വലിയൊരു സർപ്രൈസ് കിട്ടുകയും അങ്ങനെ ചിത്രം മറ്റൊരു ലെവലിലേക്ക് സഞ്ചരിക്കുകയും ചെയ്തു. ലിജു ജോസ് പല്ലിശ്ശേരിയും അങ്ങനെ ഒരു അപ്രോച്ച് മലക്കോട്ടെ വാലിബനിൽ എടുത്തിരുന്നെങ്കിൽ ഇത്രയ്ക്ക് വലിയൊരു പ്രോബ്ലം ഈ ചിത്രത്തിന് ഉണ്ടാവത്തില്ല എന്നുള്ള കാര്യം കൂടി ഇവർ ഓർത്തെടുക്കുകയാണ്. സത്യത്തിൽ തുടരും വന്നപ്പോൾ തെറി കേൾക്കേണ്ടത് ഈ മുതലിനാണ്. പടം എങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് തരുൺ സിമ്പിളായി ഇങ്ങേർക്ക് ക്ലാസ് എടുത്ത് കൊടുത്തു. എങ്ങാനും ആ മാസ് മോഹൻലാൽ പീക്കൊക്കെ വെച്ച് പ്രൊമോ ചെയ്തിരുന്നതിൽ ആദ്യ ദിനം പടം കാണുന്ന പടത്തിന്റെ വിധി നിശ്ചയിക്കുന്ന ആൾക്കാർ ഇപ്പോൾ തരുന്ന റിവ്യൂ ഒന്നും തരില്ലായിരുന്നു. പക്ഷേ മനോഹരമായ പ്രൊമോ കാരണം തരുൺ കൂളായി പടം വേറെ ലെവലാക്കി. ഇങ്ങേരെ ആണെങ്കിൽ മാസാക്കി എടുക്കാൻ പറ്റുന്ന പടം ക്ലാസ് ആക്കി എടുത്തു വെച്ച് പ്രേക്ഷകരെ പറ്റിച്ചു. ഇതാണ് സംഭവിച്ചത്. ഇതിന്റെ മേക്കേഴ്സ് ഈ സിനിമ എന്താണെന്നോ അതിന്റെ സൂചനകളോ ഒന്നും പ്രേക്ഷകർക്ക് നൽകരുത്. അവർ നൽകുമ്പോഴാണ് ഓൺലൈൻ മീഡിയകളിൽ നിന്നും മറ്റെല്ലാ വാർത്താമാധ്യമങ്ങളിൽ നിന്ന് പോലും ആ ചിത്രം വലിയ പ്രചരണം നേടി ഹൈപ്പ് കൂടുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ആ ചിത്രത്തെ അത് ബാധിക്കുന്നതും. അതിന്റെ മേക്കേഴ്സ് ആണ് ഈ ചിത്രം എങ്ങനെ വരണമെന്ന് തീരുമാനിക്കേണ്ടതും അതുപോലെ സ്ട്രാറ്റജി കൊണ്ടുവരികയും അതുപോലെ അവതരിപ്പിക്കുകയും ചെയ്യണം. തരുൺമൂർത്തി ഇപ്പോൾ ചെയ്തതുപോലെ. ഈ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ അവസരത്തിൽ പ്രേക്ഷകർ. എന്തായാലും ഈ ചിത്രം ഇപ്പോൾ ഭാഷകൾ ഭേദിച്ചുകൊണ്ട് ഗംഭീര അഭിപ്രായങ്ങൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യത്തിന്റെ അപ്പുറം വെച്ചാണ് അവർ ഈ ചിത്രത്തെ അളക്കുന്നത്. അപ്പോഴാണ് ഒരു കാര്യം പ്രേക്ഷകർ ഓർക്കുന്നത്, ഈ ചിത്രത്തിന് റീമേക്ക് റൈറ്റ്സ് ചോദിച്ചാൽ കൊടുക്കരുത് എന്ന കാര്യം. ഒരിക്കലും ഇത് കൊടുക്കരുത് എന്നതാണ് അവർ പറയുന്നത്. പക്ഷേ റീമേക്ക് റൈറ്റ്സ് എന്തായാലും പലയിടത്തു നിന്നും വരാനുള്ള സാധ്യതയുണ്ട്. വലിയ എമൗണ്ടും ഇതിന് ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഈ ചിത്രം ഇതര ഭാഷകളിലേക്ക് ഒരുപോലെ തന്നെ ഏറ്റെടുത്താൽ റീമേക്കിന്റെ സാധ്യത കുറഞ്ഞേക്കാം. മഞ്ഞുമൽ ബോയ്സ് പോലെ സ്വീകരിക്കാൻ പറ്റുന്നെങ്കിൽ അതൊരു മഹാവിജയമാകും. എന്തായാലും റീമേക്ക് റൈറ്റ്സ് ചോദിച്ച് ഹിന്ദിയിൽ നിന്നും ആരെങ്കിലും വന്നാൽ കൊടുക്കരുത് എന്നാണ് അവരുടെ അഭിപ്രായങ്ങൾ. ഇനി ഇതിന്റെ റീമേക്ക് റൈറ്റ്സ് ചോദിച്ച് ഹിന്ദിയിൽ നിന്നും ആരാണോ വരാൻ പോകുന്നത്
എന്നതാണ് ഇപ്പോഴത്തെ അവരുടെ ചിന്തകൾ. ആര് വന്നാലും ഇങ്ങേർക്ക് മുകളിൽ പറ്റില്ല എന്നും അവർ പറയുന്നു. അതുറപ്പാണ്, നമുക്ക് തന്നെ അറിയാം. എന്തായാലും ഹിന്ദിയിൽ നിന്ന് റീമേക്ക് റൈസിന് വരും, അത് ഇവർ കൊടുക്കുകയും ചെയ്യും. പക്ഷേ മോഹൻലാലിന്റെ മുകളിൽ വെക്കാൻ പറ്റത്തില്ല. എന്തായാലും അജയ് ദേവ്ഗണയൊക്കെ വെച്ചാണ് ഇപ്പോൾ കമ്പയർ ചെയ്യുന്നത്. അതൊരു രസകരമായ സംഭവം തന്നെയാണ്. അതൊരു ഭാഗത്ത് ഇങ്ങനെ നടക്കുകയും ചെയ്യും. എന്നാൽ തുടരും എമ്പുരാന് ശേഷം മോഹൻലാൽ തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ പുലിമുരുകന്റെ ഇൻഡസ്ട്രി ഹിറ്റൊക്കെ മാറ്റിമറിച്ച 2018 പോലും മറികടക്കാൻ ഈ തുടരുമെന്ന ഈ കൊച്ചു ചിത്രത്തിന് സാധിച്ചേക്കും.